ഹായ് ഫ്രണ്ട്സ്, റെസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് റവ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡുവാണ്. നമുക്ക് വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന ടേസ്റ്റിലുള്ള ഒരു റവ ലഡുവാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഈ കപ്പിൽ തന്നെ 1/2 കപ്പ് റവയും കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു 3/4 കപ്പോളം പഞ്ചസാര, 2 കപ്പും സെയിം കപ്പാണ്. അതിൽ നമ്മൾ ഈ 1 കപ്പ് നിറച്ചും റവയും 3/4 കപ്പ് പഞ്ചസാരയും പിന്നെ നമ്മൾ വേറൊരു 1/2 കപ്പ് റവയും കൂടി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം കുറവ് മതിയെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം. പിന്നെ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും ഏലക്കായുമാണ്. ഞാനിവിടെ ഒരു 50 ഗ്രാമോളം കശുവണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും 4 ഏലക്കായും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കശുവണ്ടിയും മുന്തിരിങ്ങയും വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു വലിയ കയ്യിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് വലിയ സ്പൂണാണ്. ഈ വലിയ സ്പൂൺ നിറച്ചും നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്കിത് ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യ് ഒന്ന് മെൽറ്റായി കഴിഞ്ഞതും കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ കശുവണ്ടി പരിപ്പ് നെയ്യ് ഒരുപാട് ചൂടാവുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കണം. ഒരുപാട് ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ നെയ്യ് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കണം. അതൊന്ന് വറന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കശുവണ്ടി പരിപ്പ് അത്യാവശ്യം ഒന്ന് കളറ് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി, നല്ലോണം അതൊന്ന് വീർത്ത് വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ കശുവണ്ടി പരിപ്പും മുന്തിരിയും നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇത് കോരി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ കശുവണ്ടി പരിപ്പും മുന്തിരിയും വറുത്ത് കോരി നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കശുവണ്ടിയും മുന്തിരിയും വറുക്കാൻ ഉപയോഗിച്ച നെയ്യിലോട്ട് തന്നെ റവ ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം 1 കപ്പ് റവ ഇടാം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ള പകുതി റവയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. റവ മാക്സിമം നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. എന്നാലേ ലഡു ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റിയായി വരുള്ളൂ. ഇനി നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം. കൈവിടാണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗവും ഇളകണ രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റവ അത്യാവശ്യം നല്ലോണം തന്നെ വറന്നു വന്നിട്ടുണ്ട്. ഏലക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഏലക്ക ചേർത്തതിന് ശേഷം കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ റവ വറുക്കുമ്പോൾ നമ്മൾ കരിഞ്ഞു പോവാണ്ട് നന്നായിട്ട് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ റവ അത്യാവശ്യം നല്ലോണം തന്നെ വറന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്ക് വറന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഇത്രയും പഞ്ചസാര ചേർക്കണമെന്നില്ല. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർത്തെന്ന് വെച്ചിട്ടും കുഴപ്പമില്ല. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും റവയും നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മളിവിടെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ചൂടാക്കാൻ വെച്ചിരുന്ന വെള്ളം ഇപ്പോൾ ഈ ഒരു പാകത്തിൽ ചൂടായിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമുക്കെടുത്ത് റവയിലോട്ട് ഒഴിക്കാം. ഈ ഒരു ചൂടിൽ ഒഴിച്ചാൽ മതി. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വെള്ളം വലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളവും റവയൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ റവ നല്ലോണം വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ റവയുടെ വെള്ളമൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം തിക്കാവണ വരെയും
ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കയ്യിൽ നിന്ന് കോരി എടുക്കുമ്പം വിട്ടുപോകാത്ത രീതിയിലാവണ വരെയും നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോഴത്തേക്കും നന്നായിട്ട് നമ്മുടെ റവ വെന്തിട്ടുണ്ടാവും. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡുവാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമുക്ക് വൈകുന്നേരം ചായയുടെ കടിയായിട്ടോ അല്ലെങ്കിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ റവ നല്ലോണം തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കട്ടയായിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കയ്യിൽ നിന്ന് വിട്ടു പോരില്ലാത്ത രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് വാങ്ങി വയ്ക്കാം. നമ്മൾ ഇത് അത്യാവശ്യം നല്ലോണം തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. വാങ്ങി വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ബോളാക്കി എടുക്കാം. ഇപ്പം തന്നെ നമുക്ക് ചൂടായതുകൊണ്ട് അങ്ങനെ ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചെറുതായിട്ട് കുറഞ്ഞതിന് ശേഷം ഇഷ്ടമുള്ള ലെവലിൽ നമ്മളിതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ക്ലിയറായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയ ചൂടിനെ തന്നെ ഇതുപോലെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ റവ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 1.5 കപ്പ് റവയ്ക്ക് ഇത്രയും അളവിൽ ലഡു നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി അടുത്ത വീഡിയോ